അപ്പോൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വീട്ടിലോട്ട് വിട്ടോ. ഞാൻ വീട്ടിൽ വിളിച്ച് പറയാം വൈഫിനെ, നിങ്ങൾ പോയിട്ട് എല്ലാം ഒന്ന് ചുറ്റി കാണും ഫുള്ള് നന്നായിട്ട്. കണ്ടതിന് ശേഷം ആ ആൻറ്റിക് പീസുകളൊക്കെ ഉണ്ട്, അതൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും തടിയുടെ ആവശ്യം വന്നാൽ പറമ്പിൽ തേക്ക് മീട്ടിയപ്പോൾ നിൽപ്പുണ്ട്, അത് മുറിച്ചെടുത്തു. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഈ പച്ചമരത്തിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അറുത്തെടുത്തിട്ട് ഉണങ്ങിയിട്ട് ചെയ്യാം. അതിന് സമയം കിട്ടില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എനിക്ക് കിട്ടിയ, ഞാൻ എപ്പോഴാണ് ഓർത്തത്, എനിക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട് വേറെ 2-3 എണ്ണം. അതിൽ ഇതിങ്ങനെ തന്നെയാണ്, നിങ്ങളുടെ തച്ചും നിങ്ങൾക്ക് എത്ര തടിയാവും എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എനിക്കൊരു കൊട്ടേഷൻ തരും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എനിക്ക് എല്ലാ കൊട്ടേഷൻ്റെ അകത്തും ഒരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ പൈസയൊന്നും അല്ല വിഷയം, നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി, എനിക്ക് ആ പഴമ അങ്ങ് നിലനിർത്തുക. അത് ചെയ്യാം. അത് രീതി മാത്രം ഒന്ന് നോക്കിയാൽ. അതിനിപ്പോ മാത്രമേ ഉള്ളൂ സാറേ ഇവിടെ നമ്മുടെ പ്രദേശത്ത്. ചെല്ലപ്പനാച്ചേട്ടൻ്റെ മകനല്ലേ, അതിൻ്റെ അത് കാണും, അദ്ദേഹത്തിന്റെ വർക്കുകൾ ഉണ്ടായതിനകത്ത്. അദ്ദേഹം അന്ന് അവരുടെ കൂട്ടത്തിൽ പണിക്കുണ്ടായിരുന്ന ആളാണ്. സാർ അപ്പൊ വൈഫിനെ വിളിച്ച് പറയൂ, ഞാൻ പറയാം. ഞങ്ങൾ ഇപ്പൊ തന്നെ ചെന്ന് വീട് നോക്കാം. കൊട്ടേഷനൊക്കെ ആണെങ്കിലും വർക്ക് വാസൂട്ടിക്ക് തന്നെ കൊടുക്കണേ. ഞാൻ പറഞ്ഞില്ലേ ചെല്ലപ്പനാച്ചേട്ടൻ്റെ മകനാണ്, ഞാൻ പരിഗണിക്കും. അത് മതി, നോക്കാം. ശരി, വലിയ